നമസ്കാരം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ബാംഗ്ലൂരുവിലും ശബരിമല ചർച്ചാ വിഷയമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയ്യപ്പന്റെയും ശബരിമലയുടെയും പേര് പറഞ്ഞാൽ കേരളത്തിൽ ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ താൻ സൈന്യത്തിന്റെ പേരും ഉച്ചരിക്കരുതെന്നാണ് കോൺഗ്രസ് പറയുന്നതെന്ന് മോദി ബാംഗ്ലൂരിൽ പ്രസംഗിച്ചു. സൈനികർക്കായി ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി നടപ്പാക്കിയതും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് നൽകിയതും തന്റെ നേട്ടമാണെന്ന് മോദി കൂട്ടിച്ചേർത്തു. നേരത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും ചേർന്ന് ശബരിമല വിഷയത്തിൽ അപകടകരമായ കളിയാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി തമിഴ്നാട് തേനിയിൽ പ്രതികരിച്ചിരുന്നു. വിശ്വാസത്തെയും ആചാരങ്ങളെയും തകർക്കാനുള്ള ശ്രമം BJP ഉള്ളിടത്തോളം കാലം നടക്കുന്നില്ലെന്ന് രാമനാഥപുരത്തെ പ്രചാരണത്തിനിടെ മോദി പ്രതികരിച്ചു. കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് മോദി മംഗലാപുരം റാലിയിൽ ഇന്ന് ആരോപിച്ചത്. ശബരിമല വിഷയത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പെരുമാറ്റച്ചട്ടം ലംഘിച്ചും ശബരിമല സജീവ ചർച്ച വിഷയമാക്കാൻ തന്നെയാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നുപോയതിനു പിറ്റേന്നാണ് ശബരിമലയെ ചുറ്റിപ്പറ്റി തന്നെ പ്രചാരണം കൊഴുപ്പിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ ശബരിമല വിഷയം ഉന്നയിക്കുമ്പോൾ കിട്ടുന്ന പിന്തുണയാണ് BJPയെ തന്ത്രം മാറ്റാൻ പ്രേരിപ്പിച്ച ഘടകം. ശരണം വിളിച്ച് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗം തുടങ്ങാനാണ് BJP സ്ഥാനാർത്ഥികൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശബരിമല കർമ്മസമിതിയും പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ BJPക്കൊപ്പം എത്തിയിരിക്കുകയാണ്. എന്നാൽ ലക്ഷ്മണരേഖ മറികടന്നാൽ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കിയിരിക്കുന്നു. ശബരിമലയല്ല പ്രധാന ചർച്ചാ വിഷയം എന്നാണ് ആദ്യം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിരുന്നത്. ശബരിമല ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കും എന്ന K സുരേന്ദ്രന്റെ പ്രസ്താവന ശ്രീധരൻപിള്ള അന്ന് തള്ളി പറയുകയും ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ താനാണെന്നും പ്രചാരണ വിഷയം എന്താണെന്ന് താൻ പറയുമെന്നുമായിരുന്നു അന്ന് ശ്രീധരൻപിള്ള പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ശ്രീധരൻപിള്ള വീണ്ടും നിലപാട് മാറ്റി. ശബരിമല ഞങ്ങളുടെ ആത്മാവിൽ അധിഷ്ഠിതമായ പ്രശ്നമാണ്. അത് ജനങ്ങളുടെ സജീവ ശ്രദ്ധയിൽ വരണം. അതിനെ നിയന്ത്രിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. കോടതി പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്നതിന് പരിമിതിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതൊന്നുമില്ലല്ലോ എന്നായിരുന്നു പിള്ളയുടെ പ്രതികരണം. പത്തനംതിട്ടയിൽ K സുരേന്ദ്രനും തൃശൂരിൽ സുരേഷ് ഗോപിക്കും കിട്ടുന്ന പിന്തുണയാണ് BJPയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന്. വിശ്വാസ സംരക്ഷണത്തിനായി BJP മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുകയും പിന്തുണയറിയിച്ചു രംഗത്ത് വരികയും ചെയ്യുന്നു. ഈ വിഭാഗത്തെ മുഴുവൻ വോട്ടാക്കാനാണ് BJPയുടെ ശ്രമം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കി വെള്ളിയാഴ്ച കോഴിക്കോട് നടന്ന NDA പ്രചാരണ പരിപാടിയിലും ശ്രീധരൻപിള്ള ഇതേ നിലപാട് ആവർത്തിച്ചു. BJPക്ക് പൂർണ്ണ പിന്തുണയുമായി ശബരിമല കർമ്മസമിതിയും ഇന്നു രംഗത്തെത്തിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം ബാധകമല്ലെന്നാണ് ശബരിമല കർമ്മസമിതി നേതാവ് ചിദാനന്ദപുരി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. കർമ്മസമിതി രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, പാർട്ടിയല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ബാധകവുമല്ലെന്നാണ് ചിദാനന്ദപുരിയുടെ പ്രതികരണം. എന്നാൽ BJP പച്ചയായി വർഗീയത പറയുന്നുവെന്ന് ഇടതുപക്ഷം കുറ്റപ്പെടുത്തുന്നു. ശബരിമല തന്നെ ചട്ടം ലംഘിച്ചും ഉയർത്തിപ്പിടിക്കുന്ന BJPയുടെ നിലപാട് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് LDF. സമൂഹത്തെ വേർതിരിക്കുന്ന പ്രസ്താവനകൾക്കെതിരെ മതനിരപേക്ഷ വോട്ടുകൾ സമാഹരിക്കപ്പെടും എന്നാണ് അവരുടെ പ്രതീക്ഷ. വിശ്വാസികൾക്കൊപ്പമാണെങ്കിലും ആളുകളെ വേർതിരിക്കുന്ന BJPയുടെ വർഗീയ നിലപാടിനെതിരാണെന്നാണ് കോൺഗ്രസും വ്യക്തമാക്കുന്നത്. എന്തായാലും കേരളത്തിന് പുറത്തെല്ലാം മോദി പ്രസംഗത്തിൽ ശബരിമല വിഷയം ഉന്നയിക്കുന്നുണ്ട്. കോഴിക്കോട് വന്നപ്പോഴും ശബരിമല എന്ന പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അതേ വിഷയം തന്നെയാണ് ചർച്ചാ വിഷയമാക്കിയത്.